എല്ലാവർക്കും നമസ്കാരം. ഞാൻ നല്ല ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊരു 2-3 കാര്യങ്ങളുണ്ടായി. ഞാൻ അതൊന്നും വെച്ചൊരു വീഡിയോ ഇടില്ല എന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ ആ ഫ്രസ്ട്രേഷൻ എപ്പോഴും എനിക്ക് പോണില്ല. കാരണം എല്ലാവരും ഈ ദൈവവിശ്വാസികൾ, ഈ നിരീശ്വരവാസികളാവുന്നത് ദൈവങ്ങൾ കൊണ്ടല്ല. ഈ അമ്പലങ്ങളും അതേപോലെ അമ്പലങ്ങളിലുള്ള ഈ കമ്മിറ്റികളും ഓരോ ദേവസ്വം ബോർഡ് അവർ കാരണമാണ്. കാരണം ഇന്നലെ ഗുരുവായൂർ പോയിട്ട് ഒരു 2-3 കാര്യങ്ങളുണ്ടായി. പച്ചയ മനുഷ്യനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും എല്ലാ ജാതികളും എല്ലാവരും ചെയ്യുന്നത് ദൈവത്തിന് വെച്ചൊരു ബിസിനസ് തന്നെയാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ വിശ്വസിക്കുന്നവരെ നമ്മൾ നിന്ദിക്കരുത്, അതായത് വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ ഇന്നലെ ഞാൻ പോയ സമയത്ത് ഈ പറയുന്ന ഉള്ളിൽ കയറുമ്പോൾ ഷർട്ട് ഊരണം. ഓക്കെ, സംഭവം നല്ല കാര്യമാണ് ഷർട്ട് ഊരാൻ. കാരണം ആണുങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ ഹൃദയഭാഗത്താണ് അതിൻ്റെ ഒരു ആത്മീയത, പെണ്ണുങ്ങൾക്ക് അതേപോലെ നെറ്റി മുഖത്തൊക്കെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഞാൻ ഷർട്ട് ഞാൻ പാതി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ ചെസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഉള്ളിൽ കയറിയപ്പോൾ ഒരാൾ ചോദിച്ചു ഷർട്ട് ഊരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ ചോദിച്ചു. അപ്പോൾ അല്ല ഷർട്ട് ഊരണം, അതാണ് ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അയച്ചിട്ടുണ്ടല്ലോ, ഇവിടെയല്ല നമ്മുടെ പ്രസൻസ് ഉള്ളത്, ഞാൻ അയച്ചിട്ടുണ്ട്, ഇതുവരെ ഞാൻ ഊരിയിട്ടിട്ടുണ്ട്. പക്ഷേ ഇയാൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ആൾ ഈ മേൽമുണ്ട് മൊത്തം ഫ്രണ്ടിൽ മൊത്തം മറച്ചിട്ട് നമ്മൾ ഷർട്ട് ഇടുന്ന പോലെ തന്നെ ഇതുവരെ മേൽമുണ്ടൊക്കെ മറച്ചിട്ടാണ് ആൾ എന്നോട് ഷർട്ട് ഇടാൻ പറയണത്. അതിൽ വല്ല കാര്യമുണ്ടോ നിങ്ങൾ തന്നെ പറയുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഗുരുവായൂർ പോയവർക്കും അതിനെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും മനുഷ്യന്മാർക്കും അറിയാം, ഏകദേശം മണിക്കൂറുകളോളം തിരക്ക് പിടിച്ച് നിന്ന് വരിയിൽ എന്നിട്ടാണ് ദൈവത്തിനെ തൊഴാൻ കയറുന്നതും കഴിക്കാനും എല്ലാത്തിനും കയറുന്നത്. അപ്പോൾ ഈ തൊഴാൻ 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കയറിയിട്ട് ആ നടൻ്റെ മുന്നിൽ എത്തുമ്പോൾ ഇവൻ നമ്മൾ ഈ അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തുകളെ പോലെ പിടിച്ച് വലിച്ച് തള്ളിയിടും. ഏത് തിരക്കുണ്ടായിരിക്കാം, പക്ഷെ ഇതിനെക്കാട്ടി തിരക്കുള്ള അമ്പലങ്ങൾ കേരളത്തുകൊണ്ട് ഇന്ത്യയിലും ഉണ്ട്. അവിടെ ഈ പ്രശ്നമല്ല. ഇതൊരുമാതിരി നമ്മളെ വിലല്ലാത്ത പോലെ നിലവിളിക്കുക. അത് അമ്പലത്തിൽ, അതായത് നടൻ്റെ മുന്നിൽ വെച്ചിട്ടേക്കാൻ നിലവിളിക്കുക, അങ്ങോട്ട് പോ, അങ്ങോട്ട് കയറാം, പോടാ വാടാ, സംതിങ് ഒരുമാതിരി വൃത്തിയായിട്ട് ആറ്റിവിടും. സോ നമുക്കിപ്പോൾ വെറുക്കാണ്. ഏത് നമുക്ക് വെറുക്കുന്ന ആ മനുഷ്യന്മാരല്ല, ആ സ്ഥലത്തിനാണ്. അപ്പോൾ ആ സ്ഥലത്തിന് വെറുക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അവിടെ പ്രതിഷ്ഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ തൊഴാൻ പോയി ദൈവത്തിന് എന്തായാലും വെറുക്കുമല്ലോ, സ്വാഭാവികം. പിന്നെ അത് മാത്രമല്ല, തൊഴാൻ കയറുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം ചാവാണ്. അതായത് തള്ളിയിട്ട് ചവിട്ടിയിട്ട് മറിച്ചിട്ട് എല്ലാവരും ദൈവത്തിനെ കാണാനാണ്. പക്ഷേ ഓരോരുത്തരും ഫസ്റ്റ് പോയി കണ്ട എന്തോ കിട്ടും എന്നുള്ളൊരു സാധനമാണ് പലവർക്കും. പിന്നെ പൈസ ഇല്ലാത്തവർക്ക് വേറെ നിയമം, പൈസ ഉള്ളവർക്ക് വേറെ നിയമം, എന്തൊക്കെയോ മൊത്തത്തിൽ ആ ഒരു ബിസിനസ് ആകെ ഒരു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരോട് ഞാൻ ദേവസ്വം ബോർഡോട് പറയാനുള്ളത്, ഇതിനെക്കാട്ടി തിരക്കുള്ള അമ്പലങ്ങൾ കേരളത്തിലുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ സത്യത്തിൽ കണ്ടില്ല. ഇതുകൊണ്ട് സത്യത്തിൽ ഞാൻ പകുതിയോടെ തൊഴാൻ കയറാറില്ല. കാരണം എനിക്ക് എല്ലാവരും ഒരേപോലെയല്ല, എനിക്കിതൊന്നും ഇങ്ങനെ നിന്നിട്ട്, അതായത് ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് തൊഴുകേണ്ട ഒരാളാണോ ദൈവം എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. ഇനിയിപ്പോൾ നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇനി ഇത് ദൈവത്തിനെ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേണം കയറി വരണ്ട. നിങ്ങൾക്കും ഇതേപോലെ അനുഭവങ്ങളൊക്കെ ഗുരുവായൂർ പോയവർക്കും അറിയുന്നവർക്കും ഉണ്ടായിട്ടുണ്ടാവും. സോ സമീപനം പാലിക്കുക. ദൈവമല്ലേ, അല്ലാണ്ട് വേറെ ഒന്നും അല്ലല്ലോ. വെറുതെ എന്തിനാ ഇങ്ങനെ മരിക്കണത്? വിശ്വാസമൊക്കെ വേറെ, പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ മൊത്തത്തിൽ.